കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയമില്ലാത്ത അവസ്ഥയ്ക്ക് പരിഹാരമായിരിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. കേരള കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കൺവെൻഷനും കുടുംബസംഘവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരട്ടിയാർ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് കേരള കോൺഗ്രസും ഇരട്ടിയാർ മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കൺവെൻഷനുകൾ നടന്നു വരുന്നത്. ജില്ലയിലെ ആദ്യത്തെ മണ്ഡലം കൺവെൻഷനാണ് ഇരട്ടിയാറ്റിൽ നടന്നത്. ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പട്ടയമില്ലാത്ത സാഹചര്യങ്ങൾക്ക് പരിഹാരമായിരിക്കുകയാണ്. അത് ഉടൻ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കുമെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കട്ടപ്പനയിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പട്ടയമില്ലാത്ത നിരവധിയായ വാണിജ്യ സ്ഥാപനങ്ങൾ കട്ടപ്പനയിലുണ്ട്, ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലുണ്ട്. പക്ഷെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് കട്ടപ്പനയിൽ ആ കെട്ടിടങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിന് കടകൾ, മുറികൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് പട്ടയം കൊടുക്കുന്നതിന് ചില തടസ്സമുണ്ടായിരുന്നു. അതും ഈ ഗവൺമെന്റ് പരിഹാരം കണ്ടിരിക്കുന്നു. അതും കൂടി പരിഹരിച്ച് അതിന്റെയും കൂടി ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി 17-ാം തീയതി വരും എന്ന് തീരുമാനിച്ചിരുന്നത്. അതുപോലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായ കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് ഒട്ടുമിക്ക പട്ടയ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി അത് കോടതിയുടെ ഇപ്പോൾ ചില വിലക്കുകൾ ഉള്ളതുകൊണ്ട് ചില പട്ടയ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഗവൺമെന്റിന് ഉള്ളതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നല്ലാതെ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെയും പദ്ധതി പ്രദേശങ്ങളിലെയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. മലയോര ജനതയെ കുടിയിറക്കാനുള്ള നീക്കം നേരിട്ട് ചെറുത്തത് കേരള കോൺഗ്രസ് ആണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നിൽ പറഞ്ഞു. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും അവകാശ സമരങ്ങൾക്ക് വേണ്ടി ധീരമായ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമുക്കറിയാം, സ്വന്തം കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ കഴിയില്ലാതെ കടക്കണിയുടെ മാറാപ്പ് വേണ്ടി സ്വന്തം ഭൂമി ഉപേക്ഷിച്ച് ആത്മഹത്യയിലേക്ക് നടന്നു നീങ്ങിയ കർഷകനെ ആ കാർഷിക ഭൂമിയിൽ പിടിച്ചു നിർത്തിയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് ആണെന്ന് അഭിമാനപുരസ്സരം പറയുവാൻ കഴിയും. മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൂവൽ വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിച്ച പ്രിൻസ് കുര്യാക്കോസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ജോസുകുട്ടി കണ്ണമുണ്ട, ജിൻസൺ വർക്കി, സണ്ണി കുഴിയാംപ്ലാവിൽ, ബിനോയ് അഗസ്റ്റിൻ, ബെന്നി കുഴിയോടി തുടങ്ങിയവർ സംസാരിച്ചു.